വെക്കണം തിരിച്ചപ്രയാ ഇത് കോട്ടൺ സാരി പോലത്തെ സാരീസ് ഇല്ലേ, കുറച്ച് കോട്ടണും കുറച്ച് മിക്സിങ്ങും കൂടെ അതിങ്ങനെ ഇതിപ്പോ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ചേച്ചി വെച്ചിരിക്കുന്നത്. കൊറേയൊക്കെ അങ്ങനെ വെക്കും. കുറച്ച് കോട്ടൺ അല്ലെ നമ്മുടെ ഒരു മീഡിയം ലെവലിൽ ഉള്ള ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന സാരീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. പിന്നെ തീരെ പാവപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. പിന്നെ നമ്മൾ കുറച്ച് റിച്ച് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ബ്ലൗസ് തയ്ച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് സൗകര്യം പോലെ നമ്മൾ എന്താന്ന് വെച്ചാൽ ചെയ്യും. അതുണ്ട്. അതൊന്നും നമ്മള് ഇത് നമ്മള് ഉടുത്തിട്ടില്ല, ഇങ്ങനെ വെച്ചു. അതിനകത്ത് ബ്ലൗസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. സാരീസ് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്റെ ഈശ്വര. ഞാൻ ആദ്യമാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് കഴിഞ്ഞിട്ട് സാരീസ് കാണുന്നത്. ഇത് ഒന്നുമില്ല മോളെ, ഉണ്ട് അവിടെ ഇവിടെ. എനിക്കത് എല്ലാം കൂടെ വലിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടാ. കാരണം ഇഷ്ടംപോലെ നമ്മൾ അതിന്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട്. ദൈവം, എന്നാ നമുക്കിനി അടുത്ത റൂമിലേക്ക് പോവാം. ബാ. സോറിട്ടാ. ഇപ്പം ഇവിടെ കുറച്ച് സാരികള്, ഇവിടെ കുറച്ചും കൂടെ ഫംഗ്ഷൻ വെയർ അല്ല, അതുകൊണ്ട് അല്ലാത്തതും ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ആ ചെന്നൈയിലെ വർക്കിന് വേണ്ടിയിട്ടൊക്കെ ഇതെനിക്ക് ഭയങ്കര ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. അല്ല, ഒന്നുമില്ലടാ, അത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഇതൊരു ഡിസൈനർ സിമ്പിൾ ആണ്. ഇത് ഇതുണ്ട്, ഇവിടെ മാത്രം ഒരു വർക്ക് മാത്രം സിമ്പിൾ ആണ്. ബ്ലാക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എവിടെയൊക്കെ ഏതൊക്കെയോ. ഇത് സെറ്റുമുണ്ട്. അതെല്ലാം സെറ്റുമുണ്ടാണ്. നല്ല സെറ്റുമുണ്ട്, നല്ല ഇത് കൊറേ സെറ്റുമുണ്ടുണ്ട്. ഇവിടെ കൊറേ സെറ്റുമുണ്ടുണ്ട്. ഇവിടെ കൊറേ സെറ്റുമുണ്ടുണ്ട്. ഇവിടെ കൊറേ സാരീസ് ഉണ്ട്. അത് മറ്റേ ലാച്ച പോലെ അത് ഇടും. ഇടും. കൊള്ളാലോ. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. അത് ഇതൊക്കെ ഇടും ലാച്ച പോലത്തെ. അപ്പൊ അപ്പു അമ്മയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയ ഇല്ല. ഓണത്തിന്റെയോ? ഇല്ല. അപ്പൊ അപ്പു അമ്മയും കൂടെ ഇറങ്ങി കഴിഞ്ഞാ സിസ്റ്ററാന്നേ പറയുള്ളൂ ഷുവർ ആയിട്ടും. നോക്ക്, സീമ ചേച്ചി ലാച്ചിയൊക്കെ ഇട്ടിട്ട് നല്ല ബ്രൈഡൽ പോലത്തെ സാധനം. ഇത് ഷുവറാണ് അപ്പുവിന്റെ പെങ്ങളാന്ന് അനീത്തിയായിട്ടേ പറയുള്ളൂ. നോക്കട്ടെ. ദൈവമേ, സത്യം അപ്പുവിന്റെ അനീത്തി. ഇപ്പം ബർത്ത്ഡേക്ക് അപ്പു മേടിച്ചു തന്ന ഡ്രസ് ആണോ? കൊള്ളാട്ടോ അപ്പു, നൈസ് ഡ്രസ്. ഇത് കണ്ടോ, നോക്കിക്കേ. അമ്മേനെ മകൻ ചേർത്ത് വിളിച്ചിരിക്കുന്ന കണ്ടാൽ അവന്റെ സിസ്റ്ററിനെ ചേർത്ത് വിളിച്ചിരിക്കുന്ന പോലെ. ചേച്ചി നല്ല ടച്ച് വിടുക ചേച്ചി, ഇങ്ങനെ തന്നെ നല്ല ഇതായിട്ടിരിക്കട്ടെ. സി നൈസ്. നമ്മുടെ ചേച്ചി. അപ്പൊ അപ്പു പറയും ഇങ്ങനെയൊക്കെ വിഷമം. അമ്മേനെ കണ്ടൊരു അമ്മയുടെ ലുക്ക് ഒന്നും അല്ലല്ലോ. അമ്മ ഇത് ഇത്ര യങ് ആയിട്ടൊന്നും നിക്കല്ല. അമ്മ സാരി ഒക്കെ കൊടുത്ത് കുറച്ച് സ്വീറ്റ് 17. ശരിക്കും 17. ശരിക്കും 17 തന്നെ. സ്വീറ്റ് 17 എന്നാണ് ബർത്ത്ഡേ ബോട്ടില്. കണ്ട. അല്ല, അപ്പൊ അപ്പൂന് ചിലപ്പോ തോന്നില്ലേ, അമ്മ എന്റെ കൂടെ വരുമ്പോ സാരി കൊടുത്തേ, അമ്മ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതാവും, അമ്മയ്ക്ക് ഒരു അമ്മ ലുക്ക് പറഞ്ഞെങ്കിൽ സാരി ഒക്കെ കൊടുക്കുക, അങ്ങനെയൊന്നും പറയില്ലേ? ഇല്ലേ? അല്ലെ, ഇപ്പത്തെ പിള്ളേരെ അമ്മ യങ് ആവാനായിട്ട് ഡ്രസ് ഇടാന്നാ പറയാ. എല്ലാ കുട്ടികളും അങ്ങനെയാ. ചിലവർക്ക് അസൂയ വരും, പെൺകുട്ടികൾക്ക് ഒരു അസൂയ വരും. പക്ഷെ ആൺകുട്ടികൾ അങ്ങനെ പൊതുവെ പറയാറില്ല. ഇപ്പൊ രണ്ടായിട്ട് മുടി പിന്നെ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ. പക്ഷെ അതിൽ കുറെ കൂടെ ലോങ് ഹെയർ അല്ലല്ലോ, അത് മറ്റേ നമ്മുടെ മുടിയില്ലേ, വിഗല്ല, തിരുപ്പൻ പോലെ. അത് ഒറിജിനൽ ഹെയർ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ രണ്ടായിട്ട് മുടി പിന്നിട്ടിട്ട് എക്സ്ട്രാ ഇതും കൂടെ. ഇനി ഇതില് കുറച്ച് ഉണ്ട് സാരീസ്, കുറച്ചുണ്ട്. കുറച്ച് അപ്പൂന്റെയാണ്, കുറച്ച് സാരീസ് ഉണ്ട്. ബ്ലാക്ക് കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട. ഇനി തപ്പുമ്പോ ഇനി ഇഷ്ടം പോലെ ബ്ലാക്ക് വന്നോണ്ടിരിക്കും. ബ്ലാക്ക് സാരി എനിക്കിഷ്ടം ബ്ലാക്ക് ആണ്. നോക്കട്ടെ ചേച്ചി, ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും. അത് കുഴപ്പമില്ല.
ചേച്ചി ചേച്ചിയുടെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. അതെ, black. നല്ല ക്ലാസ് സാരി. ഇതൊന്ന് ചേച്ചി വെച്ച് കാണട്ടെ. നോക്കിയേ. ഇതൊക്കെ വരുമ്പോ എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ചേച്ചി ഈ സാരീസ് ഒക്കെ ഇതിലിപ്പോ എല്ലാം തന്നെ ചിലത് ചേച്ചി ഉടുത്തതുണ്ട്, ചേച്ചി ഉടുക്കാത്തതുണ്ട്. പക്ഷെ ഓരോ സാരി കാണുമ്പോ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഇത് ഞാൻ ഏത് സീരിയലിൽ ഉടുത്തതാ, അല്ലെങ്കിൽ ഏത് അങ്ങനെയൊക്കെ ചേച്ചിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഇല്ല, അങ്ങനെ ഓർക്കാറില്ല. കാരണം പല വർക്കിനും മോളെ പലയിടത്തോട്ടും നമ്മൾ ഇതും കൊണ്ട് ഓടുവല്ലേ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഓരോ വർക്കിന് ചെയ്യുമ്പോൾ കുറച്ച് സാരികൾ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുമല്ലോ. അപ്പൊ അത് കാണുമ്പോഴത്തേക്കിനും നമുക്കൊരു തോന്നും, അയ്യോ നമ്മൾ ഇന്നതിന് ഉടുത്തതാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പം നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് മാറ്റും. നമുക്ക് ഒരു വർക്കിൽ ഉടുത്തത് ഇമ്മീഡിയറ്റ് നമുക്ക് വേറൊരു വർക്കിൽ ഉടുക്കാൻ പറ്റില്ല. ആൾക്കാർ, സ്ത്രീകളല്ലേ പ്രേക്ഷകര്, പെട്ടെന്ന് ചില സാരികൾ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഒരു മനസ്സിലിങ്ങനെ വെച്ചിട്ട് മാറ്റി മാറ്റി പിടിക്കും നമ്മൾ. അങ്ങനെയാണ്. പക്ഷെ ഒരു സീരിയലുകളിൽ റിപ്പീറ്റ് ചെയ്ത് ഉടുത്തിട്ടുണ്ട്, ഉടുക്കും. പക്ഷെ അത് ഒരു 7 വർഷം പഴക്കമുള്ള വർക്കിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ വർക്കിലേക്ക് എടുക്കും. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു 2 years 3 years ബാക്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഇത്രയും അധികം. ഇത് പിന്നെ അപ്പുവിന്റെ ഡ്രസ്സുകളാണ്. അല്ല, അപ്പുവിന്റെ ഇതാണ്. ഇത് എന്റെ ഒരു ബർത്ത്ഡേക്ക് അപ്പു മേടിച്ചു തന്നതാണ്. ഇതും അത് വല്ലാച്ച തന്നെയാ. അപ്പക്കുട്ടൻ എന്ത് ചെയ്യണു? ഇപ്പൊ പഠിക്കുന്നു. ആണോ? പാരീസിൽ. ഇപ്പൊ വെക്കേഷൻ വന്നതാ, ഓണം അമ്മയുടെ കൂടെ ആഘോഷിക്കാൻ. പഠിക്കണോ അവിടെ? ഓക്കെ. എന്താ പഠിക്കണേ? ഓക്കെ. ഏതാ? ഓക്കെ. ഇതെന്നാ ബർത്ത്ഡേ കിട്ടത്. പാരീസിലേക്ക് അമ്മനെ കൊണ്ട് നമുക്ക് കുറച്ച് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വാങ്ങിക്കണ്ടേ? ഫോണില്ലേ?